ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തലേന്ന് രാത്രി മുതൽക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പിറ്റത്തെ ദിവസം ഉച്ച വരെയുള്ള വീഡിയോ ആണ്. അപ്പോൾ രാത്രിയിൽ ഞാൻ കഴിക്കുന്നത് റാഗി സേമിയയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റാഗിയുടെ സേമിയ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് തന്നെ കൊടുക്കണം. കട്ടിയുള്ള പാത്രത്തിലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇത് കുറച്ച് കനം കുറഞ്ഞ പാത്രം ആയതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാണ് ഞാൻ രാത്രിയിൽ കഴിക്കണത് കേട്ടോ. അതിന് ശേഷം പിറ്റത്തെ ദിവസം രാവിലക്കത്തതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു ഉച്ചക്ക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പയറുപ്പേരി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പയറുപ്പേരിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബ് ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീതനമൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പം സ്റ്റൗവും വീതനയും റാക്കൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈലാത്താൻ്റെ മൊഞ്ചുള്ള റേക്ക് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ മൊഞ്ചുള്ള റേക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. വീതനയും അതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണതെന്നും കൂടി ഒന്ന് കാണിച്ചു തന്നതാണ്. എന്നതിന് ശേഷം അടുപ്പത്ത് ചോറ് തീമട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്തിക്കണമെന്ന് നോക്കുകയാണ്. അപ്പോൾ ചോറായിട്ടില്ല. അപ്പോൾ ഒന്നും കൂടെ അടച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. തീയൊക്കെ നന്നായിട്ടൊന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അപ്പോൾ അതാ വീണ്ടും ചോറൊന്ന് ഇളക്കി കൊടുത്ത് നോക്കുമ്പോൾ ചോറ് വെന്തിക്കണ്. അപ്പോൾ അത് ഊറ്റിയെടുക്കുകയാണ്.